കുട്ടികള് പണ്ട് നമുക്ക് ശാസിക്കാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു. ഇന്ന് കുട്ടികളെ ശാസിക്കാൻ പറ്റുന്നില്ല. ഇന്ന് ഗുരുനാഥന്മാർക്ക്, അധ്യാപകർക്ക് നമ്മളെ ആരെയും ശാസിക്കാൻ പറ്റുന്നില്ല. നമ്മളെ കുട്ടികളെ ശാസിക്കാൻ പറ്റില്ല. നമ്മൾ ഇടപെടും, അല്ലെ? എന്റെ കുട്ടിക്ക് ഒരു അടി കിട്ടിക്കഴിഞ്ഞാല് ഞാൻ പോയി ഇടപെടും. എന്റെ കുട്ടിയെ എന്തിന് നിങ്ങൾ അടിച്ചു വന്നു? ആ കാലഘട്ടത്തിൽ വന്ന, കാരണം നമ്മളുടെ നാട്ടിലൊക്കെ നിങ്ങൾ പഴയ കാലത്ത് നോക്കുക, നമ്മൾ ഇപ്പം പറയും ക്യാമറ, അല്ലെ? പഴയ നാട്ടുപുറത്ത് ഒരാള് ആ പ്രദേശത്തെ കയറി വന്നാൽ 100,000 ക്യാമറകൾ അത് ഉപയോഗിക്കും, അല്ലെ? ഇന്ന വീട്ടിലേക്ക് ഇന്നാള് പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്നത് നോക്കുന്ന സമയത്ത് മനസ്സിലാവും ആ ക്യാമറകൾ നല്ലതായിരുന്നു, അല്ലെ? ആ ഒരു പ്രദേശത്ത് നടക്കുന്ന സ്പന്ദനങ്ങള് അറിയാനുള്ള സംവിധാനമായിരുന്നു പഴയ കാലത്ത്. എന്തായാലും ആ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പുറലോകമായി. ഇന്ന് ഒരു വീട്ടിൽ നടക്കുന്ന കാര്യം, ഈവൻ അടുത്ത ആള് പോലും, അച്ഛന് നടക്കുന്ന കാര്യങ്ങൾ അമ്മ അറിയില്ല, അമ്മയ്ക്ക് നടക്കുന്ന കാര്യങ്ങൾ അച്ഛൻ അറിയുന്നില്ല, മക്കൾക്ക് നടക്കുന്ന കാര്യങ്ങൾ രക്ഷിതാക്കൾ അറിയുന്നില്ല. ഈ ഒരു രൂപത്തിലേക്ക് പോയിരിക്കുന്നു കാലം. ഇത് നമ്മൾ മാറ്റിയിട്ടില്ലെങ്കിൽ, നമ്മൾ സ്വയം തിരുത്തിയിട്ടില്ലെങ്കിൽ, നമ്മളെ കുട്ടികളെ ഒരു ടീമിന്റെ ഭാഗമാക്കി കൊണ്ടുനടന്നിട്ടില്ലെങ്കിൽ, സ്വാഭാവികമായിട്ടും നമുക്ക് നഷ്ടപ്പെടുന്നത്, നമ്മൾ ഇത്രയും കാലം ഓരോരുത്തരും ആലോചിച്ചു എത്ര വ്യതകൾ, എത്ര സങ്കടങ്ങള്, എത്ര വേദനകള് സഹിച്ചിട്ടാണ് നമ്മളൊരു കുടുംബം രൂപപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെ? ഭാര്യ ഭർത്താവ് എന്നുള്ളത് നേരത്തെ അറിയാത്ത ആളുകളാണ് നമ്മളുടെ തലമുറ. പുതിയ തലമുറയിൽ വ്യത്യസ്തമായിരിക്കാം. നമ്മുടെ തലമുറയൊക്കെ വീട്ടുകാര് ചിന്തിച്ചുറപ്പിച്ച ഒരു കല്യാണം, അവര് ഏതോ കുടുംബത്തിലുള്ള ഏതോ ഒരു പുരുഷൻ, ഏതോ ഒരു സ്ത്രീ, അവരൊരു ദിവസം ഒന്നിക്കുന്നു. അവിടുന്നാണ്, ഡേ ഫസ്റ്റ് നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അങ്ങനെ വളർന്നു വരുന്ന ആ ഇമ്പമുള്ള, അല്ലെങ്കിൽ കുടുംബം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന കൊടുക്കൽ വാങ്ങൽ, അങ്ങനെ ആ ശേഷി ഉണ്ടാക്കിയത് കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. പക്ഷെ ഇന്നത്തെ ആളുകൾക്ക് അത് പറ്റുന്നുണ്ടോ? ചെറിയൊരു പ്രശ്നമാണ്. കോവിഡിന് ശേഷം പ്രൊഫഷണൽസ്, അതായത് നമ്മൾ ആധുനിക വിദ്യാഭ്യാസം കൊടുത്ത കുട്ടികള്, അവർക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല വരുമാനമുണ്ട്, സ്റ്റാറ്റസ് ഉണ്ട്. അവരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് നടക്കുക. ഇന്നെടുക്കാം എനിക്ക് തീരുമാനം, ഈ സമയത്ത് ഞാൻ എടുക്കുക തീരുമാനം, ഫിനിഷ്. ആരോടും ചോദിക്കേണ്ട, അച്ഛനോടും അമ്മേനോടും ആരോടൊരു ബന്ധം ഇല്ലാത്തൊരു ഗ്യാപ്പ് സൃഷ്ടിക്കാൻ ഈ സമൂഹത്തിന് പറ്റിയിട്ടുണ്ട്.